എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയത്തില്ല. എന്നാലും എല്ലാവരും ഫുൾ വീഡിയോ കാണാതെ പോകരുതേ. തലേന്ന് വെള്ളത്തിലിട്ട കടലയാണ്. അത് നമുക്ക് കഴുകി നമുക്ക് കുക്കറിനകത്തുണ്ടല്ലോ ശകലം വെള്ളമൊഴിച്ച് അതിലുപ്പും അല്പം മഞ്ഞൾ പൊടിയും ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിലടിച്ച് നമുക്ക് എടുക്കാമേ. ആവശ്യത്തിന് സവാള 3 സവാള മതി, കുറച്ചേ ഉള്ളൂ. കടല അടച്ച് വെച്ചേക്കുക കുക്കറിനകത്ത്. ഒരു 4 വിസിലാകുമ്പോഴത്തേന് നമുക്ക് ഓഫാക്കാം. 4 വിസിലായിട്ട് കടല വെന്തെടുത്തിട്ടുണ്ട്. സവാളയും വെളുത്തുള്ളി അത്ര ഇടുന്നുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നുള്ളൂ. ഒരു 4-5 വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞതായിട്ടാണ് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കടുകും ഇട്ട് സവാളയും ഇട്ട് വഴട്ടുക. നന്നായിട്ടിട്ട് വഴട്ടുക. സ്വല്പം ഉപ്പും കൂടി ഇടാം, നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. സ്വല്പം ഉപ്പും കൂടി ഇട്ട് ചെറുതായിട്ട് വഴട്ടിയെടുക്കാം നമുക്ക് സവാള. വഴണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ അതിടാം. ശേഷം നമുക്ക് കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി വെന്ത കടല ഉണ്ടല്ലോ ആ കടലയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്ത് വെച്ചേക്കണേ. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് സവാളക്കകത്തിട്ട് മൂപ്പിക്കാം. എന്നുവെച്ചാൽ പച്ചമണം മാറുന്നവരെ നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടിട്ട് ഇട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം പച്ചമണം മാറിയെന്ന് കാണുമ്പോൾ അതിലോട്ട് വേവിച്ച കടല ഉണ്ടല്ലോ കടലയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കുക. തിളച്ച് വരുന്നുണ്ട് കടല നന്നായിട്ട്. അതിലോട്ട് ഗരം മസാല പൊടിച്ചതാണ്. ഗരം മസാല നന്നായിട്ടിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം കുരുമുളക് പൊടി ഉണ്ടല്ലോ സ്വല്പം കുരുമുളക് പൊടി ഇട്ട് ഇളക്കുക. അത് ഒരു മണത്തിന് എരിക്കും വേണ്ടിയാണ് കുരുമുളക് പൊടി ഇടുന്നത്. ഇവിടെ വീട്ടിൽ കുരുമുളക് പൊടി എല്ലാവർക്കും ഇഷ്ടമാണ് ഇടുന്നത്. ആ ഒരു ടേസ്റ്റ് കുത്തി നിൽക്കുന്നത്. അത് നന്നായിട്ടിട്ട് ഇളക്കുക. എന്നിട്ട് അരച്ച് വെച്ചതുണ്ടല്ലോ മുൻപ് നമ്മൾ അരച്ച് വെച്ച കടല അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാത്ത എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ലപോലെ ഇട്ട് തിളപ്പിച്ച് എടുക്കുക. ഞാൻ ഇത്രയും പൊടികൾ ഇടുന്നുള്ളൂ. ഞാൻ വേറെ പൊടികളൊന്നും ഇടുന്നില്ല. ഈ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതിലോട്ട് ലാസ്റ്റ് നമ്മൾ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറി നന്നായിട്ട് അടച്ച് വെക്കുക. നമ്മുടെ കടലക്കറി റെഡി ആയിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.